മതി. കൊല്ലം പുനലൂരിൽ ഇടിമിന്നലേറ്റ 2 സ്ത്രീകൾ മരിച്ചു എന്നുള്ള വാർത്ത വരുന്നു. മണിയാർ സ്വദേശികളായ സരോജവും രജനിയുമാണ് മരിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് അപകടമുണ്ടായത്. ദിലീപ് ദേവസ്യ കൊല്ലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ദിലീപ് ദേവസ്യ, ദാരുണമായ സംഭവമാണ്. എങ്ങനെയാണ് ഇവർക്ക് മിന്നലേറ്റത്? ജോലിയിലായിരുന്നോ ഇവർ? അവിടെ മഴയോ അങ്ങനെയുള്ള ഒരു കാലാവസ്ഥാ പ്രവചനം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എന്താണ് സംഭവിച്ചത്? സുജിയ, ഇന്ന് രാവിലെ അപ്രതീക്ഷിതമായ പെയ്ത ഒരു മഴയിൽ ഈ മരത്തിനോട് ചേർന്ന്, അതായത് ഇവിടെ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി ഈ മരത്തിനോട് ചേർന്ന് ചാരി നിന്നതാണ് സംഭവം. ആ സമയത്താണ് ഇടിമിന്നൽ ഏൽക്കുന്നത്. ഇവിടെയെല്ലാം കരിഞ്ഞിരിക്കുന്നതായി കാണാം. ഇവിടെ മരത്തിൻ്റെ തൊലി പോയതായിട്ടും കാണാം. ഇവരുടെ പണി ആയുധങ്ങളും കുടിക്കാൻ കൊണ്ടുവന്ന വെള്ളവും പണിയായുധവും ചെരുപ്പും എല്ലാം തന്നെ കാണാം. 2 പേരാണ് തൽക്ഷണം ഇവിടെ മരിക്കുകയുണ്ടായത്. രജനിയും സരോജവും എന്ന് 2 പേരാണ് മരിച്ചത്. അവർ 11 മണിയോടുകൂടെ തന്നെയായിരുന്നു. ഇവിടെ മൊത്തം 6 പേരായിരുന്നു ജോലിക്കുണ്ടായിരുന്നത്. 4 പേർ താഴെ ഭാഗത്തായിരുന്നു, 2 പേർ ഇവിടെ നിൽക്കുകയാണ്. ഈ 2 പേർ, സരോജവും രജനിയുമായിരുന്നു ഇവിടെ നിന്ന്. ഇവർ 2 പേരും മാറി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പെട്ടെന്ന് പറ്റിയ ഇടിയിലായിരുന്നു ഈ അപകടം സംഭവിച്ചു. 4 പേർ താഴെ ജോലി ചെയ്യുന്നത്. പിന്നീട് അവരെ കാണാതെ, മഴ തോർന്ന് അവരെ കാണാതായപ്പോൾ വന്ന് നോക്കിയപ്പോഴാണ് 2 പേരെ ഇവിടെ അബോധാവസ്ഥയിൽ കാണുന്നത്. ഉടൻ തന്നെ ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോകുകയായിരുന്നു. അപ്പോഴേക്കും ഇവർ മരിച്ചതായിട്ടാണ് അറിഞ്ഞത്. ഇവിടെ ചേട്ടൻ എന്തായിരുന്നു സംഭവം ഉണ്ടായത്? സംഭവം എന്ന് വെച്ചാൽ ഇവർ 8:30 ഇവിടെ വർക്കിന് വന്നപ്പോൾ ഇവിടെ 3 പേരും താഴെ 2 പേരും അങ്ങനെ നിന്നേ. അങ്ങനെ അരമണിക്കൂറോളം ഞാൻ ഇവരുടെ അടുത്ത് കാര്യമൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. ഞാൻ പോയി ഒരു ഇച്ചിരി കഴിഞ്ഞപ്പോൾ മഴ പെയ്ത്, ചെറുതായിട്ടൊരു മഴ പെയ്ത് അത് തോരുകയും ചെയ്തു. തോന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പുനലൂർ പോയി, പെങ്ങളുടെ വീട്ടിൽ പോയി. അവിടെ നിൽക്കുമ്പോഴാണ് ഒരു 11 മണി ആവാറായി. ആ സമയത്താണ് എനിക്ക് കോള് വരുന്നത്. ഇന്നോണക്ക് മിന്നലേറ്റ് ഇവരെ 2 പേരെയും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയെന്ന് പറഞ്ഞ്, ഗവൺമെൻറ്റിലാന്ന് പറഞ്ഞ്. അന്നേരം തന്നെ ഞാൻ അവിടെ നിന്ന് തിരിച്ച് പോകുന്ന വഴിക്കാണ് പിന്നെ അറിയുന്നത് ഇതേ കണക്ക് ഒരു മരിച്ചു എന്നുള്ളത്. അപ്പം പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങ് വരികയും ചെയ്തു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പാണ്? ആണാണ്. ഒരു കൊച്ചിൻ്റെ 10 സെൻറ്റാണിത്. ബാക്കി വേറൊരു വ്യക്തിയുടെ. അവിടെ തൊഴിലുറപ്പ് തൊഴിലാളികളായിരുന്നു അല്ലേ? ആയിരുന്നു. പക്ഷേ ഇത് ആ കൊച്ചു വിളിച്ചിട്ട് ഇവർ വന്ന് ഇങ്ങനെ കാർഡെടുക്കാനായിട്ട് വന്നതാണ്. മറ്റുള്ളവർക്കൊക്കെ സേഫാണ്? അവരൊക്കെ സേഫാണ്, അവർക്കൊന്നും കുഴപ്പമില്ല. അവർ ഈ ഇടിയുടെ ആഘാതം കേട്ടപ്പോൾ അവരവിടുന്ന് പിന്നെ ഇനി നമുക്ക് ഇന്ന് വേണ്ട നാളെ നോക്കാമെന്നും പറഞ്ഞ് അവർ കയറി വരുമോ. അവർ കയറി വരുമ്പോഴായിരുന്നു ഇങ്ങനെ കാണുന്നത്. അവരുടനെ തന്നെ ഇത് കണ്ടിട്ട് ഓടി എൻ്റെ വീട്ടിൽ വന്ന്. അപ്പോൾ എന്നെ വിളിക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ഇല്ല. അന്നേരം അടുത്ത വീട്ടിലെ കൊച്ചാ പറയുന്നത് ഞാൻ പുനലൂർ പോയിരിക്കുകയാണ്. അന്നേരം പിന്നെ അടുത്ത സുജിയ, ഇദ്ദേഹം ആ സമയത്ത് പുനലൂരിലായിരുന്നു. അപ്പോൾ ഇവിടെ 2 പേരുടെ മരണത്തിന് ഇടയാക്കുകയും ചെയ്ത സംഭവം നടന്നത് ഈ മരത്തിന് ചുവട്ടിലാണ്. വേറെ എവിടെയും ഒരു അല്ലെങ്കിൽ തണൽ കിട്ടുന്ന ഒരു സ്ഥലമില്ല. മഴ പെയ്തപ്പോൾ കയറി നിൽക്കുകയായിരുന്നു, ഇതിനോട് ചേർന്ന് നിൽക്കുകയാണ്. ഈ കൊടിമരത്തിൻ്റെ താഴെ നിന്നാൽ മഴ കൊള്ളില്ല എന്ന് കരുതിയായിരിക്കണം ഒരു പക്ഷേ ഈ മരത്തിനോട് ചേർന്ന്. മരം വലിയ ഉയരത്തിൽ നിൽക്കുന്ന മരമായിരുന്നു. ആ മരത്തിനാണ് ഇടിമിന്നലേറ്റ്. 340 രൂപയാണ് ഇവർക്ക് തൊഴിലുറപ്പിന് ഒരു ദിവസത്തെ വേതനം ലഭിച്ചിരുന്നത്. ആ വേതനം ആയിരുന്നു ഇവരുടെ ഏക ആശ്രയമുണ്ട്. ഈ 2 പേരും അടുത്തടുത്ത വീട്ടുകാരാണ്. സരോജവും അതുപോലെ തന്നെ രജനിയും അടുത്തടുത്ത വീട്ടുകാരാണ്. ഇതൊക്കെ അവരുടെ സഞ്ചിയൊക്കെയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അവരുടെ ഒരുപക്ഷെ ഇതിൻ്റെ അകത്ത് അവരുടെ ഭക്ഷണമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങളായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് കുടിക്കാനുള്ള വെള്ളമുണ്ട്, അവരുടെ പണിയായുധങ്ങളുണ്ട്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രിയിലുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെ സംസ്കരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 പേരും അയൽവാസികളാണ്. സരോജവും രജനിയും അയൽവാസികളായ 2 പേരാണ്. അവർ 2 പേരും കാലങ്ങളായി തൊഴിലുറപ്പിന് ജോലിക്ക് പോവുകയായിരുന്നു. പക്ഷേ ഇന്ന് മിനിഞ്ഞാന്നോടുകൂടി അവരുടെ തൊഴിലുറപ്പ് തൊഴിൽ അവസാനിച്ചു. ഇന്ന് കൂലിപ്പണിക്കായിട്ട് ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെത്തിയപ്പോഴേ ഇവിടെ വെച്ചായിരുന്നു അപകടം സംഭവിച്ചത്. എന്തായാലും ദാരുണമായ സംഭവമാണ്. നാളെയാണ് ഇവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിക്കുക. ശരി, ദിലീപ് ദേവസ്യയാണ് എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് തത്സമയ വിവരങ്ങൾ നൽകിയത്.